പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ പങ്കുവെച്ചാൽ ഒന്നാമത്തെ ഗുണം നമുക്ക് ദൈവം നിത്യഭാഗ്യം തരും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ ഈ ഒരു സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അത് വൈദികനാണെങ്കിലും അധ്യാപകനാണെങ്കിലും ഡോക്ടറാണെങ്കിലും അഡ്വക്കേറ്റ് ആണെങ്കിലും സാധാരണ വിശ്വാസിയാണെങ്കിലും വ്യാപാരിയാണെങ്കിലും കർഷകനാണെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലും കന്യാസ്ത്രീയാണെങ്കിലും വൈദിക വിദ്യാർത്ഥിയാണെങ്കിലും കടമയുണ്ട്. കായേൻ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവമേ, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? ദൈവം പറഞ്ഞു, അതെ, നീയാണ് അവൻ്റെ കാവൽക്കാരൻ. കാവൽക്കാരനാരാ? ഇവിടെ ഇരിക്കുന്നവരാ. മക്കളുടെ കാവൽക്കാരാരാ? മാതാപിതാക്കളാ. സഹോദരങ്ങളുടെ കാവൽക്കാർ, അയൽക്കാരുടെ കാവൽക്കാർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കാവൽക്കാരാ. പണ്ട് അതുകൊണ്ടാ വീട്ടിൽ 10 മക്കളൊക്കെ ഉള്ളപ്പോൾ പിള്ളേർ തെറ്റിപ്പോവില്ലായിരുന്നു. കാരണം CCTV കണ്ണുപോലെ മൂത്തവരുടെ എല്ലാം കണ്ണ്, കുഞ്ഞുങ്ങളുടെ കണ്ണ് മുകളിലുണ്ട്. ഒരെണ്ണം ഒരു അപകടത്തിൽപ്പെട്ട വൈകുന്നേരം പൊക്കിയെടുത്തുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. ഇന്ന് കുഞ്ഞുങ്ങളില്ല, ഒരു മുറിയൊക്കെ ഉള്ളൂ. ഒരെണ്ണം വീടിന്റെ മണ്ടക്കിരുന്ന് എന്നാ കാണിക്കുന്നതെന്ന് അറിയത്തില്ല, കാവൽക്കാരില്ല. ഇന്ന് മൊബൈലിൽ എന്തൊക്കെയാ കൊണ്ട് നടക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല, കാവൽക്കാരില്ല. കാവൽക്കാരുടെ എണ്ണം കുറഞ്ഞു. അതാണ് അപകടം. ദൈവം കാവൽക്കാരായിട്ട് നമ്മളെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും മരിക്കാനിട വന്നാൽ അവരുടെ രക്തത്തിന് കാവൽക്കാരാ, ഞാൻ നിന്നോട് കണക്ക് കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് വേദനയാ, വിഷമോ. എന്തോരം പള്ളികളിൽ ഇതുപോലെ ശുശ്രൂഷകളും ആരാധനകളും നടക്കേണ്ടതാണ്. എന്തൊരു സ്ഥലങ്ങളിൽ ദൈവജനത്തെ വചനം കേൾപ്പിക്കേണ്ടതാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ദൈവം ഒരു അവസരം ഒരുക്കുമ്പോൾ നമ്മൾ ഇതിനെ ഗൗരവത്തോടെ എടുക്കണം. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളെ ഈശോയ്ക്ക് വേണ്ടി നേടുക എന്നുള്ളതാണ്. തുറന്നു പറഞ്ഞാൽ, ഈ ശുശ്രൂഷയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിന് വ്യക്തമായ ദിശാബോധമുണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം, സത്യം നിലനിൽക്കണം, നീതിപൂർവം അവരിടപെടണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് വഴിതെറ്റിപ്പോകുന്നു. പലരും വന്ന് കണ്ണുനീരോടെ മാതാപിതാക്കൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദുഃഖം തോന്നാറുണ്ട്. വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും? എല്ലാവരെയും കുറിച്ചല്ല, പക്ഷേ ഒരു 90% യുവജനങ്ങളും അവർ പള്ളിയോട് ചേർന്ന് നിൽക്കുന്നു എന്നതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു പള്ളിയിൽ വല്ലപ്പോഴും ഒക്കെ വരുന്നു, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് 10 മിനിറ്റ് ഇരിക്കുന്നു, MCYM-ന്റെ അംഗങ്ങളാണ് എന്നതുകൊണ്ടൊക്കെ അവരുടെ ജീവിതത്തിൽ ദിശാബോധമുണ്ട് എന്ന് കരുതരുത്. അതിൻ്റെ പ്രകടമായ അടയാളങ്ങളാണ് നമ്മുടെ ഇടയിലൊക്കെ. അഭിനന്ദ പിതാവ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, നമ്മുടെ ഇടയിലൊക്കെ പല കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ നടക്കുന്നില്ല. 35, 40, 42, 48 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഇങ്ങനെ നിൽക്കുകയാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യബോധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാർ, വിവാഹം മുടങ്ങുന്നവർ, ഇനിയും വിവാഹിതരായാൽ തന്നെ കുടുംബജീവിതത്തിൻ്റെ സ്വാസ്ഥ്യം അനുഭവിക്കാൻ പറ്റാത്തവർ, മക്കൾ വേണ്ട എന്ന് വെക്കുന്നവർ, ലിവിങ് ടുഗദറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ, ഈ ലോകത്തിൻ്റെ അരൂപി കെട്ടി മുറുക്കി മയക്കുമരുന്നിന് ലഹരിക്കും അടിപ്പെട്ട് കഴിയുന്നവർ, തെറ്റായ ബന്ധങ്ങൾ. പണ്ടൊക്കെ ബലാത്സംഗം എന്ന് പറയുന്ന വലിയൊരു വാർത്തയായിരുന്നു. ഇതൊന്നും കേൾക്കാനില്ല. കാരണം എല്ലാവർക്കും എല്ലാം ആകാം. പരസ്പര സമ്മതം, ഉഭയസമ്മതം, അങ്ങനെ എല്ലാ നിയമങ്ങളുമൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയെ കവരുന്ന ഒരവസ്ഥയിൽ ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകർക്ക് ഇന്ന് ദൈവത്തിന്, ഈശോയ്ക്ക് ഏറ്റവും വലിയ സങ്കടം, വേദന എന്ന് പറയുന്നത് നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെയുള്ള യുവജനങ്ങൾക്ക് ഈ ഒരു ഈശോയെക്കുറിച്ച് പലപ്പോഴും ബോധ്യമില്ലാതെ പോകും. പല അച്ഛന്മാരും വന്ന് സങ്കടത്തോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, പള്ളി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുന്നാൾ നടത്താൻ വേണ്ടി മാത്രമാണ് എന്നൊരു ചിന്തയാണ് നമ്മുടെ കൊച്ചു തലമുറയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പള്ളി എന്തിനാണെന്ന് ചോദിച്ചാൽ പെരുന്നാൾ നടത്താനുള്ള സ്ഥലം. അതിനപ്പുറത്തേക്ക് ഈ ആലയത്തിൻ്റെ പവിത്രതയോ ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നവൻ്റെ ശക്തിയോ അവൻ എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്ന, ബുദ്ധിയെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിലേക്കൊക്കെ വഴുതി വീഴുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേവാലയത്തിൽ, തീർത്ഥാടന ദേവാലയത്തിൽ എല്ലാ മാസവും ഒരു യുവജന ശുശ്രൂഷ അത് ഈ മാസം ആരംഭിക്കുകയാണ്. ഈ 21-ാം തീയതി പേര് യോശുവ യുവജനങ്ങളുടെ ആഭിമുഖ്യത്തിലാണ്. നമ്മുടെ MCYM ആണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ MCYM കരുത്തരായ ഒരുപടി യുവജനങ്ങളാണ്.
പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ഈ സമൂഹത്തെ നയിക്കാൻ, നിയന്ത്രിക്കാൻ സാധിക്കും. ആത്മീയമായ ശക്തിയോടെ ഈ തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റും. അതിനുവേണ്ടി നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന കുറവാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാനും ഇതിലേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ അയക്കാനും നിങ്ങൾ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന വ്യക്തമായ ബോധ്യമുണ്ടാകാനും വേണ്ടിയിട്ടാണ് ഈശോ ഈ വചനം ഇപ്പോൾ പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ കൈവിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താലും അമ്പിളിമാവനെ പിടിച്ച് മടിയിലിട്ട് കൊടുത്താലും നിങ്ങളുടെ മക്കളുടെ ആത്മാക്കൾ നശിച്ചു പോയാൽ, ഈ 33കാരനെ കുറിച്ച് അവന് അറിവില്ലാതെ പോയാൽ അത് നിങ്ങളുടെ പരാജയമാണ്. അത് ഈ തലമുറയിലെ മാതാപിതാക്കളെ സ്നേഹത്തോട് പറയാം, നിങ്ങളുടെ പരാജയമാണ്. നിങ്ങൾ ആത്മാക്കളെ രക്ഷിക്കാതെ, മക്കളെ രക്ഷിക്കാതെ നിങ്ങൾ എന്തെല്ലാം അവർക്ക് നേടിക്കൊടുത്തെന്ന് പറഞ്ഞാലും ഈ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. ഇനി യാതൊരു സംശയമില്ല. ഞാൻ നിങ്ങൾ പറയുമ്പോൾ മുറിവുകൾ ഉണ്ടാകത്തില്ല. ഇത് ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ മുറിവേൽക്കില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ് നിങ്ങളുടെ മേൽ ഈ സമയം ദൈവാത്മാവ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തലമുറയെങ്കിലും നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാൻ കുറഞ്ഞ പക്ഷം യേശുനാമത്തിൽ അവരുടെ നെറ്റിയിൽ ഒരു മുദ്രയെങ്കിലും ഇട്ട് അവരെ ആശീർവദിക്കാനും വെഞ്ചരിക്കാനും നമുക്ക് സാധിക്കണം. ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് എന്ത് ഫലം? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ രക്ഷ നമ്മുടെ കടമയാണ്. ഞാനൊരു കോളേജ് നടത്തുകയായിരുന്നു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ 10, 15, 20 വർഷം ഇരിക്കാമായിരുന്നു. ഒരു കുഴപ്പമില്ല. ക്രിസ്തുസൻ പിതാവ് എന്നോട് പുറകെ പല ആവർത്തി പറഞ്ഞു, അച്ഛാ വെയിറ്റ്, കുറച്ച് ദിവസം കൂടെ നിൽക്കി. ഞാൻ പറഞ്ഞു, അച്ഛാ പിതാവേ, എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാൻ ഇതിൻ്റെ പുറകെ നടന്നാൽ എനിക്ക് പൂർണ്ണമായൊരു മനസ്സമാധാനം, ആത്മസംതൃപ്തിയുമില്ല. മറിച്ച് ഇതുപോലൊരു സമൂഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വചനം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്. വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ചും കഴിഞ്ഞ് രാത്രി 11:30 കിടക്കാൻ 12 മണിയൊക്കെ ആകുമായിരിക്കും ചിലപ്പോൾ. കിടക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമുണ്ട്. എന്താണെന്നറിയാമോ? രാവിലെ പുലരിയിൽ എഴുന്നേൽക്കുമ്പോൾ, ആരാധനയ്ക്ക് ഒരുങ്ങുമ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനമുണ്ട്. എന്താണെന്നറിയാമോ? ഇതിനകത്ത് ഒരു 4-5 പേരെങ്കിലും എന്നെ ആഴ്ച വിളിച്ചിട്ട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞിരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കും. കോളേജിൽ ഞാൻ 5 വർഷം ഇരുന്നിട്ട് ഒരു രക്ഷിതാവ് പോലും, ഒരു കുഞ്ഞുങ്ങൾ പോലും വന്നിട്ട് അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചേര്, അച്ഛാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചേര് പറഞ്ഞിട്ടില്ല. കേൾക്കാനും പോകുന്നില്ല. അതൊരു വേറൊരു ലോകമാണ് എന്ന് പറഞ്ഞ് കോളേജോ സ്കൂളൊന്നും വേണ്ടെന്നല്ല. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം വേണം. അതിനുള്ള നിറവും കൃപയും നമ്മുടെ ഈ ദേശത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രാഗൽഭ്യവും ശക്തിയും കരുത്തുമെല്ലാം നമ്മുടെ തലമുറയ്ക്ക് വേണം. പക്ഷേ ഒന്നാമത് നാം ദൈവത്തെ കൊടുത്തില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം പരാജയം. അങ്ങനെ കണ്ണുനീര് കൊണ്ട് വന്ന് നിരന്തരം ഏങ്ങലടിക്കുന്ന മാതാപിതാക്കളെ കാണുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. മക്കളെക്കുറിച്ച് ഇന്നലെ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ആ പള്ളിയിലെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു അമ്മച്ചി എന്നെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ. ഞാൻ നോക്കിയപ്പോൾ അമ്മച്ചീനെ വലിച്ചുകൊണ്ട് പോവുക. പള്ളിയുടെ ഒരു വശത്ത് കൊണ്ടുപോയി ആരും കാണാത്തത് ഇങ്ങനെ നിർത്തിയിട്ട് ഈ അമ്മച്ചി പറയാണ്, പ്രാർത്ഥിക്കണം. മകനെക്കുറിച്ചുള്ള വേദനയാ. മദ്യപിച്ച് തകർന്നു കഴിയുന്ന ഒരു മകനെക്കുറിച്ച് അമ്മയുടെ നൊമ്പരമാ. അച്ഛാ ഞാനിത് പറഞ്ഞെന്ന് പറയരുത്, പറഞ്ഞ അവനെല്ലാം തല്ലിപ്പൊട്ടിക്കും. അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറഞ്ഞൊരു കൗൺസിലിങ്ങിന് വിളിച്ചാലോ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഞാൻ പറഞ്ഞെന്നറിഞ്ഞ വീടവൻ കത്തിക്കും അച്ഛാ. എൻ്റെ മകൻ തിരിച്ചു വരാൻ അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. വേറെ എവിടെ പോയാ പറയുന്നേ? ആരോട് പറഞ്ഞാൽ ഇത് സൗഖ്യപ്പെടും? എന്തേ പൈതൽ ഇങ്ങനെ വഴിമാറി നടക്കുന്നു? പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക യുവജനങ്ങൾ ജീവിതത്തിൽ തളർന്നു പോകുന്നതിൻ്റെ, നാം അറിയാത്ത കെണികളിൽ അവർ ചെന്ന് ചാടിക്കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് എൻ്റെ കുഞ്ഞു പോയോ. ഈ അവസ്ഥയിലെത്തുന്നതിൻ്റെ കാരണം ക്രിസ്തുവിനെ കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു. ആകെപ്പാടെ പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്നത് 2 പാഠങ്ങളാണ്. ഒന്ന്, മോനെ ഈശോപ്പച്ചനോട് പ്രാർത്ഥിക്കുക, സൂക്കേട് വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഈശോപ്പച്ചൻ കുറേ സൂക്കേടും കൊണ്ടിരിക്കുന്ന ആളാണ്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ സൂക്കേട് വരുത്തും.
ഇല്ലേ പറയും, മോനെ ഈശോപ്പച്ചനോട് പ്രാർത്ഥിക്കുക. അത് ചെയ്യല്ലേ കേട്ടോ, കള്ളം പറയല്ലേ, ഈശോപ്പച്ചൻ അടിക്കും എന്ന് പറഞ്ഞാൽ ഈശോപ്പച്ചൻ കാപ്പിക്കമ്പം കൊണ്ടിരിക്കുന്ന ആളാണ്. ഈശോപ്പച്ചനോട് പറഞ്ഞില്ലെങ്കിൽ അടി കിട്ടും. കള്ളം പറഞ്ഞാൽ അടി വിട്ടു. ഈ രണ്ട് പാഠങ്ങളല്ലാതെ നമ്മുടെ പിള്ളേർക്ക് എന്താ നമ്മൾ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? പറയേണ്ടത് പറയാൻ നമുക്കറിവ് വേണം. അതുകൊണ്ട് ആത്മാക്കളുടെ രക്ഷ നമ്മുടെ കടമയാണെന്ന് വിശ്വസിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷ ഏറ്റെടുക്കണം. ഇവിടെ നടക്കുന്ന ചൊവ്വാഴ്ച ആരാധനകൾ ഏറ്റെടുക്കണം. ഇവിടെ നടക്കുന്ന യുവജന ശുശ്രൂഷ ഏറ്റെടുക്കണം. ഇവിടെ ഒരു ധ്യാനം ഒരുക്കപ്പെട്ടാൽ, ഇവിടെ ഒരു അഖണ്ഡ ജപമാല ഒരുക്കപ്പെട്ടാൽ, ഈ നിത്യാരാധന ചാപ്പൽ ഇവിടെ ഒരുക്കപ്പെട്ടത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇത്രയും പേര് മതി. ഇത്രയും പേര് ഈ ശുശ്രൂഷ ലോകത്തോട് പറയാൻ, കുറഞ്ഞത് ഒരു 10 പേരോടെങ്കിലും നിങ്ങൾ പറഞ്ഞ് അവരെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവം മുൻപാകെ നിങ്ങളുടെ കടമ നിർവഹിക്കുന്നവരായി മാറും. ഹല്ലേലൂയ. സന്തോഷത്തോട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാക്കളുടെ രക്ഷ. ഇത് മനസ്സിലാക്കുക. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ഡിഗ്രി നേടി, കളക്ടറായി, IAS നേടി, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഡോക്ടറായി, എഞ്ചിനീയറായി ജീവിക്കണമെന്ന് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കണ്ടിട്ട് കൈയടിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ മക്കൾ നശിച്ചു പോയാൽ വേദനയോടെ നൊമ്പരപ്പെടുന്ന ഒരു അപ്പനാണത്. അതുകൊണ്ട് യേശുവിന്, ദൈവത്തിന് ഏറ്റവും വലിയ സങ്കടം നമ്മൾ നശിച്ചു പോകരുത് എന്നുള്ളതാ. ദൈവത്തിന് ഏറ്റവും വലിയ ആഗ്രഹം ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഈശോ പറഞ്ഞത് അതുകൊണ്ടാ, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഈശോ വ്യക്തമായി പറഞ്ഞു, എൻ്റെ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല, ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ ചില ആളുകളെയൊക്കെ പടലപ്പിണക്കങ്ങൾ കൊണ്ട് മാറ്റി നിർത്തും. അവനെ വിധി എഴുതും, അവൻ ശരിയല്ലെന്ന് പറയും, അവനൊക്കെ എന്തിനാ പള്ളി വരുന്നതെന്ന് ചോദിക്കും, അവൻ്റെ ജീവിതത്തെ നമ്മൾ കുറ്റം വിധിക്കും. പക്ഷേ ഈ അപ്പൻ്റെ ഹൃദയം എന്താണെന്നറിയാവോ? ഈ അപ്പൻ്റെ ചങ്കിൽ എന്താണെന്നറിയാവോ? ഈ അപ്പൻ്റെ ഹൃദയത്തിൽ ഒരു കാര്യമേ ഉള്ളൂ, ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പോലും നരകത്തിൽ പോകരുത്, നശിച്ചു പോകരുത്. ഇതാണ് ഈ അപ്പൻ്റെ മനസ്സ്, ഇതാണ് പ്രയോറിറ്റി. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകം 18-23 ദൈവം വായിക്കാമോ ഉറക്കെ? എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം 23-ാം തിരുവചനം. ദൈവമായ കർത്താവ് ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്. ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? ദൈവം ചോദിക്കുക. ദുഷ്ടൻ പോലും നിത്യമരണത്തിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടൻ പോലും നരകത്തിൽ പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം. കർത്താവ് ചോദിക്കുകയാണ്. ഇതാണ് ഈശോ തിരിച്ചറിഞ്ഞിട്ട് അപ്പന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നത്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നില്ല. എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം 32-ാമത്തെ തിരുവചനത്തിലും ഇതേ കാര്യം തന്നെയാണ് ദൈവമായ കർത്താവ് പറയുന്നത്. വായിക്കാമോ? എസെക്കിയേൽ 18:32. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവേൻ. ഇതാണ് ദൈവത്തിന്റെ മനസ്സ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അവൻ പോട്ടെ, എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു നീക്കും, അവൻ തകർന്ന തരിപ്പണമായിട്ട് തിരിച്ചു വരട്ടെ കരുതിയിരിക്കരുത്. അവസരം കിട്ടുമ്പോൾ, ശുശ്രൂഷയ്ക്കൊക്കെ വേദികൾ ദൈവം ഒരുക്കുമ്പോൾ, ഈ പള്ളിയിൽ ദൈവം ആരാധനകൾ ഒരുക്കുമ്പോൾ, വിടുതലിന്റെ ശുശ്രൂഷകൾ ഒരുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എല്ലാ പള്ളിയിലുമില്ല, എത്രയോ പള്ളികൾ അടച്ചിട്ടിരിക്കുന്നു. ഞായറാഴ്ച 1 മണിക്കൂർ സമയത്തേക്ക് മാത്രം തുറന്ന് ആരാധന നടത്തിയിട്ട് പിന്നെയും പൂട്ടി അടുത്ത ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ഈ ആലയം ദൈവം നമുക്ക് 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുക. നിത്യാരാധനയുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുണ്ട്. പകൽ സമയം രാവിലെ ഇവിടെ 4:30 മുതലേ തുറന്നിട്ടിരിക്കുകയാണ് ദൈവത്തെ ആരാധിക്കാൻ. കാരണം എന്താണെന്നറിയാമോ? ദൈവം അരുളി ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ
സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കണം, ജീവിക്കണം. ദൈവം കൈനീട്ടി നിൽക്കുകയാണ്. എന്നിട്ട് ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ സുന്ദരമായൊരു വചനമുണ്ട്, എന്നെ വളരെ സ്വാധീനിച്ചൊരു വചനമാണ്. ബാറൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 34-ാം തിരുവചനം. ബാറൂക്ക് 3-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനം ഉറക്കെ വായിക്കാമോ? നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അതായത് ബാറൂഖിൻ്റെ ഈ ദൈവിക ജ്ഞാനം കൊണ്ട് ബാറൂഖ് പറയുകയാണ്, നക്ഷത്രങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവം അവയെ വിളിച്ചു. അടുത്ത വചനം വായിച്ചേ. അവിടുന്ന് അവയെ വിളിച്ചു. ദൈവം നക്ഷത്രങ്ങളെ വിളിച്ചു. ഓരോ നക്ഷത്രത്തെയും ദൈവം വിളിച്ചു. ഈ നക്ഷത്രമാരാ? നമ്മളൊക്കെയാ. ദൈവം നമ്മളെ ഒരു ഭൂമിയിൽ, ഈ മണ്ണിൽ ആക്കി വെച്ചിട്ട് ദൈവം വിളിക്കും. തോമസൂട്ടി, അന്തോണിച്ചാ, ക്ലീറ്റസേ, ടൈറ്റസേ, ദയ്യാമ്മേ, ആഷേ, ഉഷേ, ഇങ്ങനെ വിളിക്കുമ്പോ ഈ നക്ഷത്രങ്ങൾ എന്താ ചെയ്തെന്നറിയാമോ? ദൈവം സൃഷ്ടിച്ച നക്ഷത്രങ്ങൾ മറുപടിയായിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? ഇതാ ഞങ്ങൾ എന്ന് അവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവർ സന്തോഷപൂർവം മിന്നിത്തിളങ്ങി. മിന്നിത്തിളങ്ങി. അതായത് ദൈവം ഈ നക്ഷത്രങ്ങളെ വിളിച്ചപ്പോ നക്ഷത്രങ്ങൾ പറഞ്ഞു, ഇതാ ഞങ്ങൾ, ദൈവമേ ഇതാ ഞങ്ങളെന്ന് പറഞ്ഞിട്ട് തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവർ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. ഇതാണ് നക്ഷത്രങ്ങളുടെ അവസ്ഥയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം ഇതിനേക്കാൾ വിലപ്പെട്ടവരായി സൃഷ്ടിച്ച തേജസ്സുള്ള നക്ഷത്രങ്ങളാ. കാരണം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട എന്നെ നിന്നെ വിളിക്കുമ്പോ എന്തിനാ വിളിക്കുന്നതെന്നറിയാവോ? അവന് വേണ്ടി മിന്നിത്തിളങ്ങാൻ. അപ്പോഴാണ് നമ്മൾ അവനവനിസം, ഞാൻ, എൻ്റെ ചിന്ത, എൻ്റെ സുഖം, എൻ്റെ ജോലി, എൻ്റെ വിസ, എൻ്റെ കാര്യം, എൻ്റെ മക്കള്, അവരുടെ സൗഖ്യം, അവരുടെ മക്കള്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ല വിളി. നമ്മൾ അവൻ്റെ ഹിതമറിഞ്ഞ് അവന് വേണ്ടി മിന്നിത്തിളങ്ങണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബാറൂക്ക് 3:34. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ചിന്തിച്ചേക്കാം, എൻ്റെ അച്ഛൻ ഞാൻ എന്നാ ചെയ്യാൻ? ഞാനൊരു ദുർബലനാണ്, ഞാനൊരു പാവം, അയ്യോ പാവം, എനിക്കിതിനൊക്കെ പറ്റുമോ ആത്മാക്കളെ രക്ഷിക്കാൻ? ഞാനിതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ആത്മീയ സത്യം മനസ്സിൽ ഞാൻ നിങ്ങളെ 3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പഠിപ്പിക്കാം. ഇത് ഈശോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പാഠങ്ങളാണ്. ബൈബിളിൻ്റെ 3 മർമ്മങ്ങളാണ്. ഈ രഹസ്യം മക്കൾ മനസ്സിലാക്കണം. ഇതെന്താണെന്നറിയാമോ? ഈ ആത്മാക്കൾക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ അല്പസമയം മാറ്റിവെച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ച്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, പാളിപ്പോകുന്ന ഒരു കുഞ്ഞിനെ, ഒരു പൈതലിന് വേണ്ടി ആത്മാർത്ഥമായി മുട്ടിന്മേൽ നിന്നൊന്ന് പ്രാർത്ഥിച്ച് ആളിനെ ഒന്ന് നേടിക്കൊണ്ടുവരാമെങ്കിൽ, ഒരു ഉപദേശം കൊടുത്ത് അവനെ സ്നേഹത്തോടെ അവന് വേണ്ടുന്നതൊക്കെ നൽകി, അവൾക്ക് വേണ്ടുന്നത് നൽകി ഈ ദേവാലയത്തിൽ കൊണ്ടുവരാനും ദൈവവചനം കേൾപ്പിക്കാനും ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കാനും നീ ശ്രമിച്ചാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്നറിയാമോ? 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ രഹസ്യം നാം തിരിച്ചറിയണം. ഒന്ന്, നമ്മൾ ഈ ദൗത്യം നിർവഹിക്കാത്തിടത്തോളം കാലം നമ്മളുടെ ആത്മാവിൻ്റെ സുരക്ഷിതത്വം അപകടത്തിലാണ്. ഹല്ലേലൂയ. മനസ്സിലായില്ല? ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അറിഞ്ഞ സത്യത്തെ, ഈശോയെ, നമുക്കൊരു സത്യം ഇത്തിരിയൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഈ ആരാധനയ്ക്ക് വരുന്നത്. ഇവിടെ വന്നാൽ എൻ്റെ ഈശോ എന്നെ തൊടുമെന്ന് ഒരു ഉൾക്കാഴ്ച കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടാതെ ലോകത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ കരുതും എല്ലാവർക്കും ഈശോയെക്കുറിച്ച് അറിവുണ്ട്, പക്ഷേ അനുഭവമില്ല. ഒരാളെയെങ്കിലും അനുഭവത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ സുരക്ഷിതമാക്കാം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനമാണ് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ
തിരിച്ചു കൊണ്ടുവരികയും ചെയ്താൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിച്ച് ഈ വചനം കേൾക്കണം. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഈ ദൗത്യം നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ആത്മരക്ഷ നടക്കില്ല. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു വഴിയാണ്, ഒരു മാർഗമാണ് എന്ത്? മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയണം. ഇവിടെ ശുശ്രൂഷകളൊക്കെ ഒരുക്കുമ്പോൾ അവരെ നിർബന്ധിച്ച് പറഞ്ഞു വിടണം. കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ച് കൊണ്ടുവരണം, ഇവിടെ ഇരുത്തണം. പറഞ്ഞു കേട്ടില്ലെങ്കിലും അവനോട് ആവർത്തിക്കണം, മോനെ ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് നമ്മുടെ പള്ളി, മോളെ നീ അവിടെ വരെ ഒന്ന് ചെല്ലണം. സ്നേഹത്തോട് അവരോട് പറയണം. എന്തിനാണെന്നറിയാമോ? അങ്ങനെ പറഞ്ഞ് ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ഒരിക്കൽ അവൾക്ക് ഒരു ചളുക്ക് പറ്റുമ്പോൾ തിരിച്ചറിവുണ്ടാകും, ദൈവമേ എനിക്കൊരു മാറ്റം വേണം. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ജീവിതത്തിൻ്റെ എല്ലാ തിന്മകളിലേക്ക്, പ്രത്യേകിച്ച് മദ്യത്തിൻ്റെ ലഹരിക്കടിപ്പെട്ട് സ്വന്തം വീട് പോലും കത്തിച്ചു കളഞ്ഞ് ജീവിത സഖിയൊക്കെ വെട്ടി പരിക്കേൽപ്പിച്ച് അവരെല്ലാം ജീവരക്ഷാർത്ഥം, പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ ഒരു മനുഷ്യൻ രാത്രി 11:30 ആയപ്പോൾ എന്നെ വിളിച്ചു. ഞാനൊരു ധ്യാനം കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഓടിച്ചെന്നപ്പോൾ സ്വന്തം ജീവിതം കൈയൊക്കെ മുറിച്ച് ഇങ്ങനെ ഈ കത്തിച്ച വീടിൻ്റെ നടുവിൽ, ഇങ്ങനെ ഈ മിന്നി കത്തിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ നടുവിൽ ഒരു കസേരയൊക്കെ ഇട്ട് മനുഷ്യൻ മരിക്കാൻ വേണ്ടി കൈയൊക്കെ മുറിച്ചിരിക്കുക. ഞാൻ ഈ മനുഷ്യനെ വാരിക്കോരി എടുത്തുകൊണ്ട് കൈ കുത്തി കെട്ടിച്ച് അങ്ങ് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി. ഇവിടെ ചെന്നു ബോധമൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തെ ഒരു ധ്യാന കേന്ദ്രത്തിൽ അയച്ചു. വെളുപ്പിനെയാണ് തിരിച്ചു വന്നത്. ആ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരമൊക്കെ സംഭവിച്ചു. അങ്ങനെ കാലങ്ങളായി അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ മക്കളെ ഒക്കെ അനുഗ്രഹിച്ചു, ജീവിതസഖ്യമൊക്കെ തിരിച്ചു കിട്ടി. അങ്ങനെ നല്ലൊരു വീടൊക്കെ വെച്ച് വലിയ അനുഗ്രഹത്തോടെ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹം വീണ്ടും വീണുപോയി. അദ്ദേഹം പെട്ടെന്ന് വീണപ്പോൾ മനസ്സിലായി, എനിക്ക് തിരിച്ചു പോകണം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ രക്ഷിച്ചേ പറ്റൂ, ഞാൻ വീണ്ടും പാളിപ്പോകുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് കൃപയിൽ നിന്നൊരു മനുഷ്യൻ, ആരോ ഒരു ചെറിയ ആളിൻ്റെ ഈ ക്രിസ്മസ് കാലത്തെ ഒരു ചെറിയ സംഭാവനയാണ്. അയാൾ വീണ്ടും മദ്യത്തിലേക്ക് വഴുതി വീണപ്പോൾ വീണ്ടും വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ വീണ്ടും ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വ്യക്തി അവരുടെ ജീവിതത്തിൽ ഒരു ചളുക്ക് പറ്റും, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവന് തോന്നും, ഓടി വരണം, തിരിച്ചു പിടിക്കണം എൻ്റെ ജീവിതം. ഈ തോന്നലുണ്ടല്ലോ, ഈ ആഗ്രഹം, ഈ ആത്മാവിനെ രക്ഷിക്കണം എന്നുള്ള, ഈ ആത്മാവ് നശിച്ചു പോരുന്നുള്ള ആഗ്രഹം, ഇത് പരിശുദ്ധാത്മാവ് നൽകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ആത്മാവിനെ രക്ഷിക്കാൻ നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമ്മളുടെ ആത്മാക്കളുടെ രക്ഷ ദൈവം ഉറപ്പാക്കും. സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവേൻ. യാക്കോബ് സ്ലീഹ പറഞ്ഞതാണ്. ഈശോയുടെ കൂടെ നടന്ന സ്ലീഹായ്ക്ക് വെളിപ്പെട്ട ഒരു ബോധ്യമാണിത്. ഒരാളെ തിരിച്ചു കൊണ്ടുവന്ന ദൈവം നമ്മുടെ ആത്മാവിനെ നരകത്തിൽ തള്ളിക്കളയില്ല. അത്ര വിലപ്പെട്ടതാണ് ദൈവത്തിന് ഒരാത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ സത്യം നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഇടപെടലിലൂടെ രക്ഷപ്പെടേണ്ട ചിലരുണ്ട്. ഒരു വികാരിയച്ഛൻ എന്ന നിലയിൽ ഞാൻ കുറെ പ്രവർത്തിച്ചാൽ ഈ ഇടവകയിലെ എല്ലാവരും രക്ഷപ്പെടണമെന്നൊന്നുമില്ല. ഞാനൊരിക്കൽ ഓർക്കുന്ന, ഒരു പള്ളിയിലിരുന്നു, ഒരു ചെറുപ്പക്കാരനോട് ഞാൻ കൂടെ ആവർത്തിച്ച് പറഞ്ഞു, മോനെ പള്ളി പറഞ്ഞേ. അവനാകട്ടെ എനിക്ക് മുഖം തരാൻ നടന്നു. കുറേ ഞാൻ പറഞ്ഞു, മോനെ വാടാ, പള്ളി വാടാ, പ്രാർത്ഥിക്കട. എവിടെ? അവസാനം ഞാൻ അവിടെ ട്രാൻസ്ഫറായി തിരിച്ചുപോയി. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു മരണം നടന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ, ഞാൻ ഇത്രയും നാൾ 3 വർഷം പുറകെ നടന്ന് കരഞ്ഞു പറഞ്ഞിട്ടും കേൾക്കാത്തവൻ ഒരു മെഴുകുതിരിയൊക്കെ പിടിച്ചുകൊണ്ട് ഈ അടക്കത്തിന് എവങ്കേലിയം വായിക്കുന്നതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നു. ഞാൻ നോക്കി, ഇതെന്താണ് ഇത് സംഭവിച്ചത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കേട്ടില്ല. പുതിയൊരു അച്ഛൻ വന്നു, പള്ളി വരണം, ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അവനിങ്ങ് പോകുന്നു. വന്നെന്ന് മാത്രമല്ല, അവൻ മെഴുകുതിരി പിടിച്ചുകൊണ്ട് എവങ്കേലിയം പീഠത്തിനടുത്ത് നിൽക്കുന്നു. സ്നേഹമുള്ളവരെ, എല്ലാവരും ഇപ്പം എൻ്റെ കയ്യിലൂടെ രക്ഷപ്പെടണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരിക്കൽ ഒരു കുടിയൻ ഭാര്യ വന്നിട്ട് വികാരിയച്ചനോട് പറഞ്ഞു, വികാരിയച്ച
ഭയങ്കര കുടിയാണ്, രക്ഷപ്പെടുത്തണം. വികാരിച്ചനാവുന്ന പറഞ്ഞു നോക്കി, പ്രാർത്ഥിച്ചു നോക്കി, എവിടെ? എന്നിട്ടും കുടി മാറുന്നില്ല. ഒരിക്കൽ പ്രാർത്ഥന കുർബാനയ്ക്ക് നിന്ന് ഈ സ്ത്രീ ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് ഒരു അമ്മച്ചി ചോദിച്ചു, എന്നാടി ചോദിച്ചാൽ കരയണേ? അമ്മച്ചിയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് കുടിയാണ്, മാറുന്നില്ല, മാനസാന്തരമില്ല. അമ്മച്ചി പറഞ്ഞു, നീ വിഷമിക്കാടി ചോദിച്ചാൽ നമുക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 5 ദിവസം ഇവർ കൊന്ത ചൊല്ലി. 5-ാം ദിവസം ഈ മനുഷ്യന് വികാരി അച്ഛനോട് ഒന്ന് ചോദിക്കുക, അച്ഛാ ഏറ്റവും മുന്തിയ ധ്യാനകേന്ദ്രം എവിടെ ഉണ്ട്, എനിക്കൊന്ന് പോകണമെന്ന്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ ദൈവം ചിലരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. എന്റെ ഇടപെടലിലൂടെ, നിങ്ങളുടെ ഇടപെടലിലൂടെ രക്ഷപ്പെടാൻ ദൈവം ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കുന്ന ആത്മാക്കളുണ്ട്. അവരെ അവഗണിക്കരുത്, അത് നമ്മുടെ ആത്മാവിന് ദോഷം ചെയ്യും. അതുകൊണ്ട് ഈ ശുശ്രൂഷകൾ ഇവിടെ ഒരുക്കും. പ്രത്യേകിച്ച് യോശുവ യുവജന ശുശ്രൂഷ ഒരുക്കുമ്പോൾ, മക്കളെ, നിങ്ങൾ ഇവിടെ നൽകുന്ന വെഞ്ചരിച്ച നോട്ടീസുണ്ട്, ഇത് നിങ്ങളുടെ കയ്യിൽ തരും. ഇത് കൊണ്ടുപോയി നിങ്ങൾ ഒരു 5 പേർക്കെങ്കിലും കൊടുക്കണം. ഇനി ഒരു 3-4 ദിവസമുണ്ട്. ഈ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുള്ള ശുശ്രൂഷയിൽ യുവജനങ്ങളെ ഇവിടെ എത്തിക്കണം. ദൈവാത്മാവ് ഈ കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കും, ശക്തമായി പ്രവർത്തിക്കും. അവരെ നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചിലരിലൊക്കെ ചില സ്പാർക്കുകൾ, ചില ദൈവീക വെട്ടങ്ങളൊക്കെ പണ്ട് കിട്ടിയിട്ടുണ്ട്. ചാരം മൂടിക്കിടക്കുകയാണ് ഈ ലോകത്തിന്റെ രൂപേ. ബുദ്ധിയെ കുരുടാക്കിയിട്ടിരിക്കുകയാണ്. അതിനെ തെളിച്ചെടുക്കുന്ന ശുശ്രൂഷയാണ്, ഒരു നവീകരണ ശുശ്രൂഷയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഇത് ഗൗരവത്തോടെ എടുക്കണം. ഹാലേലുയാ, സ്വരമെഴുതി, ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ അനുസരിച്ചാൽ നമ്മുടെ ആത്മാവ് രക്ഷപ്പെടും. ആര് പറഞ്ഞു? ഈശോ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുകയാണ്, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകത്തിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകത്തെക്കുറിച്ച് ഒരാളോട് പറഞ്ഞ് ഇതൊന്ന് അനുസരിക്കാൻ, ദൈവത്തെ അറിയാൻ, ഈശോയെ സ്നേഹിക്കാൻ ഒരാളെ പ്രേരിപ്പിച്ചാൽ ആ ആളിനെ സ്വർഗത്തിൽ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വലിയ ആളായിട്ടാണ്. അനാഥാലയം പണിതിട്ടൊന്നുമല്ല, ജീവകാരുണ്യ പദ്ധതികൾ ചെയ്തിട്ടൊന്നുമല്ല, പാവങ്ങളെ സഹായിച്ചിട്ടൊന്നുമല്ല. ഒരാത്മാവിനെ രക്ഷപ്പെടുത്തിയാൽ സ്വർഗത്തിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനം വലുതാ. ആര് പറഞ്ഞു? സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് ഇത് പഠിപ്പിച്ചത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 36-ാം തിരുവചനം കൂടി ഇതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനമാണ്. യോഹന്നാൻ 4:36 വചനം എന്താണെന്നറിയാമോ? കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ശേഖരിക്കുകയും ചെയ്യും. ഈ വചനം ശ്രദ്ധിച്ചോ? ഈ വചനം നേരിട്ട് പറഞ്ഞേ. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ശേഖരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞൊരു വചനമാ. കൊയ്യുന്നവൻ ആരാണെന്നറിയാമോ? നെല്ല് കൊയ്യുന്ന ഒരു കാര്യമല്ല, ആത്മാക്കളെ കൊയ്ത് സ്വർഗത്തിന് വേണ്ടി നേടുന്നവൻ, ആത്മാക്കളെ നേടിയെടുക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടും. എന്നിട്ട് പറയുകയാണ്, അവൻ നിത്യജീവിതത്തിലേക്ക് ശേഖരിക്കുകയും ചെയ്യും. ആത്മാക്കളെ രക്ഷിച്ചാൽ ദൈവം അവന് നിത്യജീവൻ പ്രദാനം ചെയ്യും. ഹാലേലുയാ, സ്വരമെഴുതി, ഹാലേലുയാ. പ്രിയപ്പെട്ടവരെ, അവനവനിസമല്ല ക്രിസ്തീയ ജീവിതം. ചിലർ പറയും, ഞാൻ ധ്യാനം കൂടി, ഞാൻ ആരാധന നടത്തി, ഞാൻ ദൈവശാസ്ത്രം പഠിച്ചു, ഞാൻ മറ്റുള്ളവരെ സഹായിച്ചു, ഞാൻ പുണ്യപ്രവൃത്തി ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ. അവനവനിസം എന്ന് പറയും. ഇതല്ല. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പാവങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്നറിയാവോ? പാവപ്പെട്ട ഈ കഠിനപാപികൾക്ക് വേണ്ടി, മരണാസന്നർക്ക് വേണ്ടി, മനസാന്തരപ്പെടാത്തവർക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ അധികാരികൾക്ക് വേണ്ടി, ഭരണാധിപന്മാർക്ക് വേണ്ടി ഒരു മുട്ടുമേതെന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ലോകത്തോട് കരുണയായിരിക്കണമേ. രാത്രിയുടെ യാമങ്ങൾ ഉറക്കളിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കരുണയായിരിക്കണമേ. അവർ നിത്യജീവിതത്തിലേക്ക് ശേഖരിക്കും. ഹല്ലേലൂയാ, സ്വരമെഴുതി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ പങ്കുവെച്ചാൽ ഒന്നാമത്തെ ഗുണം, നമുക്ക്
ദൈവം നിത്യഭാഗ്യം തരും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ ഈ ഒരു സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അത് വൈദികനാണെങ്കിലും അധ്യാപകനാണെങ്കിലും ഡോക്ടറാണെങ്കിലും അഡ്വക്കേറ്റ് ആണെങ്കിലും സാധാരണ വിശ്വാസിയാണെങ്കിലും വ്യാപാരിയാണെങ്കിലും കർഷകനാണെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലും കന്യാസ്ത്രീ ആണെങ്കിലും വൈദിക വിദ്യാർത്ഥിയാണെങ്കിലും കടമയുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ വ്യക്തമായി 33-ാം അധ്യായത്തിൽ അതിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, ഞാൻ ഒരു ദേശത്തിന്റെ മേൽ വാളയക്കുകയും ആ ദേശത്തെ ജനം തങ്ങളിൽ ഒരുവനെ കാവൽക്കാരനായി നിയമിക്കുകയും വാൾ വരുന്നത് അവൻ കാണുകയും കാഹളമൂതി മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ. കാഹളനാദം കേട്ടിട്ടും മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വാൾ വിച്ഛേദിച്ചു കളയും. അവന്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ. അവൻ കാഹളനാദം കേട്ടു, മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല, അവന്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ. എന്ന് പറഞ്ഞാൽ, നാട്ടിലൊരു അപകടം വരുന്നു, ആത്മാവ് അപകടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഈ വചനം കൊടുക്കുകയാണ്, മക്കളെ യോശുവ യുവജന ധ്യാനമുണ്ട് വരണേ. എന്നിട്ടും ഒരാളിത് കേട്ടിട്ട് അച്ഛൻ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഈ ആള് പോയി അപകടത്തിൽപ്പെട്ടു, അങ്ങ് പോയി എന്ന് വെച്ചാൽ ഈ ആളിന്റെ രക്തത്തിന് ആ ആള് തന്നെ കണക്ക് കൊടുക്കണം. എന്നാൽ അടുത്ത വചനം പറയാണ്, വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ. ആരാ കാവൽക്കാരൻ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കായേൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവമേ, ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ? ദൈവം പറഞ്ഞു, അതെ, നീയാണ് അവന്റെ കാവൽക്കാരൻ. കാവൽക്കാരനാരാ? ഇവിടെ ഇരിക്കുന്നവരാ. മക്കളുടെ കാവൽക്കാരാരാ? മാതാപിതാക്കളാ. സഹോദരങ്ങളുടെ കാവൽക്കാർ, അയൽക്കാരുടെ കാവൽക്കാർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കാവൽക്കാരാ. പണ്ട് അതുകൊണ്ടാ വീട്ടിൽ 10 മക്കളൊക്കെ ഉള്ളപ്പോ പിള്ളേർ തെറ്റിപ്പോകില്ലായിരുന്നു. കാരണം CCTV കണ്ണുപോലെ മൂത്തവരുടെ എല്ലാം കണ്ണ്, കുഞ്ഞുങ്ങളുടെ കണ്ണ് മുകളിലുണ്ട്. ഒരെണ്ണം ഒരു അപകടത്തിൽപ്പെട്ട വൈകുന്നേരം പൊക്കിയെടുത്തുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. ഇന്ന് കുഞ്ഞുങ്ങളില്ല, ഒരു മുറിയൊക്കെ ഉള്ളൂ. ഒരെണ്ണം വീടിന്റെ മണ്ടക്കിരുന്ന് എന്നാ കാണിക്കുന്നതെന്ന് അറിയത്തില്ല, കാവൽക്കാരില്ല. ഇന്ന് മൊബൈലിൽ എന്തൊക്കെയാ കൊണ്ടു നടക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല, കാവൽക്കാരില്ല. കാവൽക്കാരുടെ എണ്ണം കുറഞ്ഞു, അതാണ് അപകടം. ദൈവം കാവൽക്കാരായിട്ട് നമ്മളെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും മരിക്കാനിട വന്നാൽ അവരുടെ രക്തത്തിന് കാവൽക്കാരാ ഞാൻ നിന്നോട് കണക്ക് കൊടുക്കും. കേൾക്കുമ്പോൾ എനിക്ക് വേദനയാ, വിഷമോ. എന്തോരം പള്ളികളിൽ ഇതുപോലെ ശുശ്രൂഷകളും ആരാധനകളും നടക്കേണ്ടതാണ്. എന്തൊരു സ്ഥലങ്ങളിൽ ദൈവജനത്തെ വചനം കേൾപ്പിക്കേണ്ടതാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ദൈവം ഒരു അവസരം ഒരുക്കുമ്പോൾ നമ്മൾ ഇതിനെ ഗൗരവത്തോടെ എടുക്കണം. വലതിനും എടുത്ത് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമ്മുടെ കടമയാണ്. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഈ ആത്മാക്കളെ നേടിയെടുത്താൽ വചനം പറയുന്നത് എന്താണെന്നറിയാവോ? നമ്മളിൽ ദൈവസ്നേഹം നിറയും. നിങ്ങൾ പലരുടെയും ഒരു വിഷമമാണ്, മനസ്സിൽ നീരസം, കിറു, വിദ്വേഷം, മനസ്സിലൊരു ഭാരം. ചിലരെ കാണുമ്പോൾ ചിരിക്കാൻ തോന്നുന്നില്ല. ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ ആളുകൾ അത് അകറ്റി നിൽക്കും. പെട്ടെന്ന് ക്ഷിപ്രകോപം, പെട്ടെന്ന് മുറിരണ്ട്, ദേഷ്യം. ഇതൊക്കെ എന്താ വരുന്നതെന്നറിയാം? കോപിക്കാം, പക്ഷെ പാപമാകാത്ത വിധത്തിൽ കോപിക്കണം, പൗലോസ് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ വെറുപ്പിങ്ങനെ നീണ്ടുപോകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? ദൈവസ്നേഹമില്ല. ദൈവസ്നേഹം കൊണ്ടുവരാനുള്ള ഒരു വലിയ അഭിഷേക ശുശ്രൂഷയാണ് നമ്മുടെ അടുത്ത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് വചനം പറയുന്നത്. ഈശോ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കാം. തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈശോ എന്തിനാണ് ഭൂമിയിൽ വന്നെന്നറിയാമോ? പാപത്തിൽ തകർന്നു പോയി നമ്മളെ തിരിച്ചെടുക്കാൻ. ഇതിനുവേണ്ടി ഈശോ ചെയ്തതെന്താണ്? സ്വന്തം ജീവൻ അർപ്പിച്ചു. അപ്പോൾ ഈശോ പറയുകയാണ്, തിരിച്ചെടുക്കുന്നതിന് വേണ്ടി, നമ്മളെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈശോ ജീവൻ അർപ്പിക്കുന്നതിനാൽ, വില കൊടുക്കുന്നതിനാൽ. ഇത് നാണംകേടാ.
ആളുകൾ കളിയാക്കും, വില കൊടുക്കണം, വെറുതെ അവൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണം. അതാണ് ജീവൻ അർപ്പിക്കുക. കുരിശുമരണമാ, സങ്കടമാ, കഷ്ടപ്പാടാ, പ്രതിസന്ധിയാ. പക്ഷേ പിതാവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയും. ഒരാത്മാവിനെയെങ്കിലും പ്രിയപ്പെട്ടവരെ നേടിയെടുത്താൽ ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയും. വരുത്തി പറ ഹല്ലേലൂയാ, സ്വരമേർത്തി ഹല്ലേലൂയാ, വിശ്വാസത്തോടെ ഹല്ലേലൂയാ. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ ശക്തി നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ വഴികളായതൊക്കെ. നമ്മൾ കരുതരുത് കുറേ പണം കിട്ടിയാൽ എല്ലാം രക്ഷപ്പെടും, കുറേ പുണ്യപ്രവൃത്തി ചെയ്താൽ എല്ലാം അങ്ങനെയല്ല. അടിസ്ഥാനപരമായിട്ട് ദൈവം കൊതിക്കുന്നത് ആത്മാക്കളെ രക്ഷിക്കുക. അതാണ് ദൈവത്തിൻ്റെ പ്രയോറിറ്റി. നമ്മുടെ ആരും നഷ്ടപ്പെട്ടു പോരും, നശിച്ചുപോരും. പാപത്തിൽ നശിക്കരുത്, പാപത്തിൽ നിന്ന് മോചിക്കപ്പെടണം, വിശുദ്ധ ജീവിതം നയിക്കണം. അയോഗ്യതയോടെ വന്ന് നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വാങ്ങിച്ച് കെട്ടരുത്, നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനം കഠിനമാകുമെന്ന് യെശയ്യാ. ഇങ്ങനെ പാപത്തിലൊക്കെ ജീവിച്ചിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ മുഖം മൂടി ധരിച്ച് ആവരണം ധരിച്ചൊക്കെ നടന്ന പ്രിയപ്പെട്ടവരെ പിടിവീഴും. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളുടെ തിരിച്ചുവരവാണ്. ആത്മാക്കൾ രക്ഷപ്പെടണം. തെറ്റ് കണ്ടാൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, അവരെ ഈശോയിലേക്ക് കൊണ്ടുവരണം. ഇതുപോലുള്ള ശുശ്രൂഷകളിലേക്ക് അവരെ കൊണ്ടുവരണം. ഇവിടെ കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട്, ദിവ്യകാരുടെ ആരാധനയുണ്ട്, വിടുതൽ ശുശ്രൂഷയുണ്ട്, അഭിഷേക പ്രാർത്ഥനയുണ്ട്, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, യുവജനങ്ങൾക്ക് വേണ്ടി. ഇവിടെ പ്രത്യേകമായിട്ട് വിശുദ്ധ കുമ്പസാര ശുശ്രൂഷ നടത്തും. ഇവിടെ ഈ ശുശ്രൂഷകളെല്ലാം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അച്ഛൻ വന്ന സങ്കടത്തോടെ എന്നോട് സങ്കടം പറഞ്ഞത്, പെരുന്നാളിന് ഏറ്റവും വലിയ ബഹളം പള്ളിയിൽ, ബാൻഡ് സെറ്റ് ഏത് വേണം, ചെണ്ടമേളം ഏതാണ്, യുവജനങ്ങൾ തീരുമാനിക്കും. അവർ തീരുമാനിക്കുന്ന ബാൻഡ് സെറ്റും ചെണ്ടമേളവും വേണം പള്ളിയിൽ വരുത്താൻ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബാൻഡും മേളവും ചെണ്ടയുമാണ് പള്ളി. നമ്മളൊരു പരാജയമായി മാറുകയാണ്. ഇതാണ് ഭൂമിയിലെ കുരുടാക്കുന്ന തന്ത്രങ്ങൾ, പിശാചിന്റെ തന്ത്രങ്ങൾ. ഈ തുള്ളക്കവും ഈ ചാട്ടവും അല്ല, മറിച്ച് ദൈവം ഒരു പള്ളി, ഒരു തുണ്ട് മണ്ണ് വെഞ്ചരിച്ച് അളന്ന് മാറ്റിയിടുന്നത് ഈ മേളത്തിന് മാത്രമല്ല. മേളത്തിന് കൊണ്ടല്ല, മേളം വേണം, നമ്മുടെ ആഘോഷങ്ങളുടെ ഒരു കൊഴുപ്പ് കൂട്ടാൻ അതൊക്കെ വേണം. പക്ഷേ ഒന്നാമത് കൊടുക്കേണ്ട സ്ഥാനം ഒന്നാമത് കൊടുക്കാതെ പോയാൽ നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഈ ശുശ്രൂഷകളെ ഗൗരവത്തോടെ എടുക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്.